എന്തടേ? എടാ മറ്റേ ആളടാ. ആര്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അയാളെ വലിയ ഗേറ്റിനോട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഗേറ്റ് കിടന്ന് അകത്തോട്ട് വന്നപ്പോ അയാൾ ഏതാണ്ടൊക്കെ പറഞ്ഞ എന്റെ പുറകെ വന്ന്. ഞാൻ അച്ഛാന്ന് വിളിച്ചോണ്ട് ഓടി വന്നടാ. ഞാൻ ഇന്നലെ പറഞ്ഞ ആളില്ല അച്ഛാ. അയാൾ വീണ്ടും ഏതാണ്ടൊക്കെ പറഞ്ഞ്. അയാൾ ഞാൻ കണ്ടിട്ടുണ്ട് ജംഗ്ഷനിൽ എവിടെ നിക്കണേ. അപ്പൊ അയാൾ ഇവിടെ എവിടെ ഉള്ളതാണല്ലോ അച്ഛാ. നമുക്ക് അല്ല അവിടെ നില്ലേ, അവിടെ നിക്ക്. ഇപ്പഴും ചാടിക്കേറി പോയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കാണിക്കണവന്മാർ അവിടെ നിൽക്കോ? അവന്മാർ അപ്പൊ തന്നെ മുങ്ങും അവിടുന്ന്. ഇവന്മാരൊക്കെ ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അയാൾ പുറകെ പറഞ്ഞോണ്ടപ്പോഴത്തേക്കും ഒരു ഇരുണ്ട കളർ എന്തോ ഒരു പാന്റും ഒരു മഞ്ഞ കളർ ഷർട്ടും ആയിരുന്നു തോന്നുന്നു. കുറച്ച് വെളുത്തിട്ട് ഒരു വണ്ണുള്ള ആളാണോ? ഇല്ല, നല്ല മെലിഞ്ഞിട്ടൊരാളാ. നന്നായി. എടാ അവിടെ എങ്ങനെ ഒരു കറുത്തവനാണ്, ഒരു ഇരുണ്ട പാന്റ്, ഒരു മഞ്ഞ ഷർട്ട്, വെളുത്തും പറയട്ടാ വെളുത്ത് മെല്ലിച്ച ഒരാളെ ആ ജംഗ്ഷനിൽ നിൽക്കണമെങ്കിൽ നീ എന്തോ വിളിച്ച് പറ. അടിയൊന്നും കൊടുക്കണ്ട, പടാ. ആള് മാറി പോണെങ്കിൽ എന്ത് ചെയ്യും നീ? അല്ലൊരു കാര്യം ചെയ്യും, നീ കണ്ണുണ്ട ഫോട്ടോ എടുത്തോട്ടെ അയക്ക് കേട്ടാ. ശരി ശരി, ഓക്കെ. ഞാനേ ജംഗ്ഷനിൽ പോയിട്ട് വരാം. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. മക്കളെ വേറെ പിള്ളേർ പോണല്ലേ? ഒന്നും വേണ്ട. പിന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് എന്റെ തോർന്ന് ചോദിക്കും. വേണ്ട, പേടിയാച്ചാ. എന്റെ പൊന്നുങ്ങൾ, ഇപ്പോഴത്തെ പോലീസിനെ അറിയാം. ഇങ്ങനത്തെ ടീമുകളെ കണ്ട അപ്പൊ പോക്കേറ്റ് ഇടി കൊടുക്കും, അപ്പൊ കൈയോടെ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പോയിട്ട് വരാം, പോയിട്ട് വിളിക്കാം കേട്ടാ. വിളിക്കാട്ടാ. ഓ ശരി. ശിവ, പേടിച്ചു പോയാടി നീ? ആ നേളെ ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാൻ ഓടി. പേടിക്കണ്ട കേട്ടോ. അവൻ നമ്മുടെ അടുത്താ വന്ന് പെട്ടേക്കണേ. വാ, ചായ കുടിക്കാം, എന്തെങ്കിലും കഴിക്കാം. വാ. അല്ലമ്മ, ശരിക്കും പറഞ്ഞത് സൈക്കോ കേസസ് ആണെന്നേ. ചിലവരുണ്ട് ഇങ്ങനെ കുറെ കുഞ്ഞു പിള്ളേരെ കണ്ടതിനെ വിടൂല, അവരെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കും. അല്ലമ്മ, ചെറിയ പയ്യനൊന്നല്ല, നല്ല പ്രായം ഉണ്ടായാൾക്ക്. ഇവരൊക്കെ എവിടെ നിന്നാണോ വരുന്നത്, എങ്ങോട്ടാണോ പോണെന്ന് ഒരു ഐഡിയയും കിട്ടണില്ലല്ലോ. ചില ആൾക്കാരുണ്ടെന്ന് ഇങ്ങനെ. ഇവന്മാരൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് വിട്ടാൽ പിന്നെ അങ്ങ് തീർന്ന പ്രശ്നം. പേടിക്കണ്ട, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പേടിക്കല്ല വേണ്ടത് കേട്ടോ. വാ. കഷ്ടം നോക്കണേ, ഒരു സാധനം വെച്ചാ കാണൂല. ഇതാമേ സ്വയം വഴക്കിട്ട് തുടങ്ങിയ കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ. എങ്ങനെ വഴക്കിടാണ്ടിരിക്കണേ സ്വയം? ഞാനേ പടവലത്ത് നിന്ന് പൊടിച്ചിട്ട് വന്ന മഞ്ഞപ്പൊടിയാണ് ഇവിടെ വെച്ചിരുന്ന്, ഇപ്പൊ കാണില്ല. അമ്മ, കേശേ ട്യൂഷൻ സെന്ററിലോട്ട് പോയി. അതിന് അല്ല, എനിക്കൊരു കമ്പൈൻ സ്റ്റഡി ഉണ്ട്. അപ്പം മറ്റേ 2 ഫ്രണ്ട്സ് അഞ്ജുവിന്റെ വീട്ടിലോട്ട് വരും. ഒരു കാര്യം അഞ്ജുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. അതെങ്ങനെയാ ചേച്ചി? ആ കുട്ടികൾക്ക് അവിടെ നിന്ന് ആ വഴിക്ക് വരുന്നതിൽ എളുപ്പം. അപ്പൊ നീ ഇവിടെ നിന്ന് പോ, പ്രശ്നം തീർന്നില്ലേ? പക്ഷെ നല്ല മഴ. മഴയാണെങ്കിൽ കൊടയല്ലേ കയ്യിലുള്ളത്? ആമ്മ, എനിക്ക് എന്തോ ഒരു പേടി പോലമ്മ. അത് പറ. മറ്റേ ഇന്നലെ കണ്ടാളെ കാണുമെന്ന് വിചാരിച്ചിട്ടല്ലേ? പേടിച്ച് നീ വീട്ടിലിരിക്കാനാണ് ഒരു കാര്യം. പഠിത്തം നിർത്തിയേക്ക്, പോകണ്ട. എന്തോന്നമ്മ? പിന്നല്ലാണ്ട് പേടിച്ച് പുറത്താനാണെങ്കിൽ വാതിലടിച്ച് കുറ്റിയിട്ട് അകത്തിരിക്കോച്ചേ. അതെ, വല്ലവരും പേടിച്ചാൽ നമുക്കും ജീവിക്കണ്ടേ? ഹലോ, ഈ ഡയലോഗ് അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് പെടണം. അപ്പോഴാണ് നമ്മുടെ ധൈര്യം മുഴുവൻ ഒലിച്ചു പോവുക. ഇവിടെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എന്തോ പേടിത്തോണ്ടി ആയാ നീ? എന്നെ അത്ര പേടിത്തോണ്ടൊന്നും ആക്കണ്ട. പോണെങ്കിൽ ഞാൻ പോവും. എന്നാ പോ, ഇന്നലെ പറഞ്ഞോണ്ടിരിക്കണേ. പോവും. അങ്ങനെ നോക്കൂ, ഇന്ന് ചത്താലും കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഞാൻ പോയി തിരിച്ചു വന്നിരിക്കും. പോയിട്ട് വാ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെങ്ങാനും മോശമായിട്ട് നിന്റെ അടുത്ത് പെരുമാറുകയാണെങ്കിൽ 1 സെക്കൻഡ് പോലും അവന് കൊടുക്കരുത്. അപ്പൊ പ്രതികരിച്ചേക്കണം. അതിപ്പോ അവനെന്നല്ല, ആര് നിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാലും 1 സെക്കൻഡ് പോലും അവർക്ക് കൊടുക്കരുത്. അപ്പൊ തന്നെ പ്രതികരിച്ചേക്കണം. പോയിട്ട് വാ. പോയിട്ട് വാ. പാവോട്ടെ, അവരുണ്ട് പോയി. ഇങ്ങനെ പേടിച്ചും വരണ്ടിരുന്നോണ്ടാണ് ഒരു കാലത്ത് അടിമകളെ പോലെ സ്ത്രീകൾക്ക് ഇരിക്കേണ്ടി വന്നത്. സ്വയം തിരിച്ചറിഞ്ഞ അപ്പ രക്ഷപ്പെടും. മമ്മി, മഞ്ഞപ്പൊടി നോക്കി എടുക്ക് പോയി. മഞ്ഞപ്പൊടി